എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ റെക്കോർഡ്സിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? മെഡിക്കൽ റെക്കോർഡ്സിന്റെ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? നമ്മള് ക്ലിനിക്കൽ ഡാറ്റ കണ്ടിരുന്നു അല്ലെ? ക്ലിനിക്കൽ ഡാറ്റ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പിന്നെന്താ പഠിച്ചേ നമ്മള്? അസംബ്ലിംഗ് അല്ലെ? ക്ലിനിക്കൽ ഡാറ്റ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് അസംബ്ലിംഗ് ആണ് പറഞ്ഞത് അല്ലെ? അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. മെഡിക്കൽ റെക്കോർഡില് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അസംബ്ലി ചെയ്ത് വെക്കുന്നത് അല്ലെ? അറേഞ്ച് ചെയ്ത് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അറേഞ്ച്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഓർഡർ? എങ്ങനെയായിരുന്നു? ആദ്യം ഔട്ട് പേഷ്യന്റ് ഫോംസ്, പിന്നെന്തായിരുന്നു കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ്, ഇൻപേഷ്യന്റ്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവരങ്ങൾ നമ്മൾ അതിനകത്ത് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ? ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ. അപ്പൊ അതിന് വലിയ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാനില്ല. ഔട്ട് പേഷ്യന്റ് ഫോം എന്ന് പറയുന്നത് അതിൽ എന്താണ് ഉൾപ്പെടുന്നത്? ഔട്ട് പേഷ്യന്റ് ഫോംസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഫോളോ അപ്പ് അല്ലെ? അതിൽ ക്രോണോളജിക്കൽ ഓർഡർ ഇവിടത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, ശരിയല്ലേ? വായിച്ചു നോക്കിയില്ലേ നിങ്ങളെല്ലാവരും? വായിച്ചു നോക്കിയോ? ഓക്കെ, വായിച്ചു നോക്കി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, അതിനാ ഞാനൊന്ന് ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത് ഫയലിംഗ് മെത്തേഡ്സ് ആണ് കേട്ടോ. എന്താണ് ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫയലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറേജ് മെത്തേഡ്, അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന് എങ്ങനെ ചോദ്യം വരിക? നമുക്ക് 5 ടൈപ്പ് ഫയലിംഗ് മെത്തേഡുകൾ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണത്. ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ആണ് പഠിക്കാനുള്ളത്. 5 മെത്തേഡ് ഉണ്ട്. 5 രീതിയിൽ നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഓരോ ഫയലിംഗ് മെത്തേഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. ചോദ്യം എങ്ങനെയാ വരിക? ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രത്യേകത തന്നിട്ട് അത് ഏത് മെത്തേഡ് ഓഫ് ഫയലിംഗ് ആണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. മനസ്സിലായല്ലോ? നോക്കാം നമുക്ക്. റെക്കോർഡ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. There are several types of numbering and filing systems. ഏതൊക്കെയാണ്? 5 ടൈപ്പാണ് ഫയലിംഗ് സിസ്റ്റം ഉള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. ഒന്നാമത്തെ എന്താണ്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. രണ്ടാമത്തത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. മൂന്നാമത്തത് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. നാലാമത്തത് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. ആൻഡ് ഫിഫ്ത് വൺ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇത്രയാണ് 5 ടൈപ്പ് ഓഫ് ഫയലിംഗ് മെത്തേഡ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, അതുപോലെ തന്നെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇതാണ് 5 ഫയലിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രത്യേകത എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. സീരിയൽ നമ്പർ എന്താന്ന് നോക്കാം. In serial numbering, a patient is given a new number for each occasion of treatment by a healthcare facility. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്? രോഗിയുടെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും, അതായത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും രോഗിക്ക് എന്ത് കൊടുക്കാണ്? ഓരോ പുതിയ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മനസ്സിലായോ? അതാണ് അവിടെ പറയുന്നത്. സീരിയൽ നമ്പറിംഗ് the patient is given a new number for each occasion of treatment by a healthcare facility. അതായത് രോഗിയുടെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിലും രോഗിക്കായിട്ട് ഒരു പുതിയ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കണം. ശരിയെന്ന് നോക്കുമ്പോൾ പ്രാക്ടിക്കലി എന്താണ്? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നമ്മളൊരു കാര്യം പറഞ്ഞില്ല, ഒരു പേഷ്യൻസിന് തന്നെ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പറഞ്ഞില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരും. ഒരു രോഗിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ റെക്കോർഡുകൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാര്യം രോഗിയുടെ ചികിത്സയുടെ ഓരോ സിറ്റുവേഷനിലും എന്താണ്? ഓരോ പുതിയ നമ്പർ ഇവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പോലെ പറയാണ്. 3 different numbers are allotted if a patient is registered 3 times.
ഒരു രോഗി 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിരിക്കട്ടെ, 3 നമ്പറുകൾ അവർക്കായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കും. ഓരോ പ്രാവശ്യം രജിസ്റ്റർ ചെയ്യുമ്പോഴും ഓരോരോ പുതിയ നമ്പർ വീതം അവർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. പിന്നെന്താണ്, all numbers allotted to a patient are recorded in the master patient index അഥവാ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. അപ്പൊ നമ്മള് ഈ രോഗിക്കായിട്ട് അനുവദിക്കുന്ന എല്ലാ നമ്പറുകളും ഏതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് രേഖപ്പെടുത്തി വെക്കും. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്താന്ന് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞു. ഏറ്റവും രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്നതാണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ രോഗിക്ക് കൊടുക്കുന്ന ഓരോ തവണയും കൊടുക്കുന്ന ആ പുതിയ നമ്പറുകളെ ഏതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, പിന്നെന്താണ്, ബിക്കോസ് എ ന്യൂ നമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ് എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ആൾസോ ഡെവലപ്ഡ്. ശരിയാണ് അല്ലെ? നമ്മൾ ഓരോ സന്ദർഭത്തിൽ ഒരു പുതിയ നമ്പർ കൊടുക്കുക, പുതിയ മെഡിക്കൽ റെക്കോർഡ് നമ്പർ കൊടുക്കുമ്പോൾ ആ നമ്പറിനനുസരിച്ച് ഓരോ പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ തവണ പോയി രജിസ്റ്റർ ചെയ്തു, ഒരു നമ്പർ കൊടുത്തു, ആ നമ്പർ വെച്ചിട്ട് ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും എന്താണ്, വീണ്ടും അതേ ഹോസ്പിറ്റലിൽ പോകുന്നു, വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നു, പുതിയൊരു നമ്പർ കിട്ടുന്നു. അപ്പൊ ആ നമ്പർ വെച്ച് വീണ്ടും ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് രോഗിയുടെ ചികിത്സയുടെ ഓരോ സിറ്റുവേഷനിൽ പുതിയ നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു രോഗിക്ക് തന്നെ എന്താണ്, ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ ഉണ്ടാകുന്നത് കാണിച്ചില്ല അവിടെ വരികയാണ്, അല്ലെ? ഓക്കെ, പിന്നെന്താണ്, the patient records are filed in as many places in the file as the number of times the patient has received care under disability. അപ്പോ രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു, അല്ലെ? എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റെക്കോർഡുകൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ റെക്കോർഡുകളുടെ എണ്ണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ രോഗി എത്ര പ്രാവശ്യം അവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്, എത്ര തവണ പരിചരണം ലഭിച്ചു, ആ ഒരു പരിചരണം ലഭിച്ച നമ്പറുകളുടെ അതിന്റെ എണ്ണത്തിനനുസരിച്ചുകൊണ്ട് എന്താണ് റെക്കോർഡുകൾ അവിടെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. അതാണ് ഇത് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല് അവിടെ രോഗിയുടെ ചികിത്സയുടെ ഓരോ സന്ദർഭത്തിൽ അവർക്ക് പുതിയൊരു നമ്പർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പുതിയ നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യും. ഒരു രോഗി 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 തവണ അവർ ട്രീറ്റ്മെന്റ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ 3 നമ്പറുകളും അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടായിരുന്നു. ഈ രോഗിക്കായിട്ട് അനുവദിച്ചു കൊടുക്കുന്ന എല്ലാ നമ്പറുകളും പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിനകത്ത് എന്ത് ചെയ്ത് വെക്കും? റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു. അങ്ങനെ രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര പ്രാവശ്യം, എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് അവിടെ റെക്കോർഡിൽ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആയോ? അതാണ് സീരിയൽ. അപ്പൊ എങ്ങനെ ഇന്ന് ചോദ്യം വരാൻ അറിയാമോ? ചിലപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഒരു രോഗിക്ക് എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ച് റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡ് ഏതാണ്? അതേതാണ്? സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, രോഗിയുടെ ചികിത്സയുടെ ഓരോ സിറ്റുവേഷനും ഈച്ച് ഒക്കേഷൻ ഓഫ് ദ ട്രീറ്റ്മെന്റിലും പുതിയ നമ്പർ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫയലിംഗ് സിസ്റ്റം ഏതാണ്? അത് സീരിയൽ നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ആ രീതിയിലാണ് പിന്നെ ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലേ? അടുത്തത് കേട്ടോ, അടുത്തതാണ് സീരിയൽ നമ്പറിംഗ് കഴിഞ്ഞു. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. യൂണിറ്റ് നമ്പറിംഗ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും യൂണിറ്റ് നമ്പറിംഗ്. അപ്പൊ എന്തായിരിക്കും? ഒറ്റ തവണ നമ്പർ കൊടുക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ അതിനകത്ത്. യൂണിറ്റ് നമ്പറിംഗ് ആണ്, ഒരുപാട് നമ്പേഴ്സ് ഒന്നുമില്ല, ഒരേ ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവും. ഇപ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി അതാണ് കേട്ടോ, യൂണിറ്റ് നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റം. അപ്പൊ നോക്കാം, ഹിയർ ദ പേഷ്യന്റ് ഈസ് അലോക്കേറ്റഡ് a number on the first admission or visit which is retained for all subsequent admissions and treatments. എന്താണ് പറയുന്നത്? ഇവിടെ പേഷ്യന്റിനായിട്ട് ഒരൊറ്റ നമ്പർ ആണ്, അതായത് രോഗിയുടെ ഈ പറയുന്ന അഡ്മിഷൻ സമയത്തോ ആദ്യത്തെ വിസിറ്റിംഗ് സമയത്തോ ആ ഒരു പ്രവേശന സമയത്ത് രോഗിക്കായിട്ട് ഒരൊറ്റ നമ്പർ മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു നമ്പറാണ് പിന്നീട് രോഗിയുടെ തുടർ ചികിത്സയിൽ മുഴുവനും ആ ഒരു നമ്പറാണ് അവിടെ ഉപയോഗപ്പെടുന്നത്.
ഓക്കെ, അതാണ് യൂണിറ്റ് നമ്പർ. ഈ ഒരു നമ്പർ മാത്രമേ കൊടുക്കുള്ളൂ. ആ ഒരു നമ്പർ എപ്പോഴാണ് കൊടുക്കുന്നത്? ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ഫസ്റ്റ് വിസിറ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് അഡ്മിഷൻ സമയത്ത് ആ ഒരു നമ്പർ കൊടുക്കുന്നു. ആ ഒരു നമ്പറാണ് രോഗിയുടെ പരിശീലനത്തിലുടനീളം പ്രയോജനപ്പെടുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ്, അല്ലെ? സിംഗിൾ റെക്കോർഡ് which is the composite of all data gathered on a given patient regardless of the number or types of services provided. അവിടെ എങ്ങനെയാണ്? ഒറ്റ നമ്പർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരേ ഒരു യൂണിറ്റ് സിംഗിൾ മെഡിക്കൽ റെക്കോർഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ റെക്കോർഡിനകത്ത് എന്താണ്? ആ പേഷ്യന്റിന് സംഭവിക്കുന്ന എല്ലാ വിവരങ്ങളും ആ ഒരു റെക്കോർഡിനകത്തായിരിക്കും ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല, അത് ഒരിക്കലും എത്ര തവണ പരിചരണം ലഭിച്ചു, എത്ര തരം പരിചരണം ലഭിച്ചു എന്നതിന് അവിടെ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. അതേസമയം സീരിയൽ നമ്പറിംഗിൽ എങ്ങനെയായിരുന്നു? അവിടെ എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് ഫയൽ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണോ? യൂണിറ്റ് നമ്പർ അല്ല. ഇവിടെ എത്ര തവണ പരിചരണം ലഭിച്ചെന്നോ എത്ര പ്രാവശ്യം അത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവിടെ പരിഗണിക്കുന്നില്ല. കാര്യം എന്താണ്? ഒരേ ഒരു നമ്പർ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു നമ്പറിനനുസരിച്ച് സിംഗിൾ മെഡിക്കൽ റെക്കോർഡേ ഉണ്ടാവുള്ളൂ. ആ ഒരു റെക്കോർഡിനകത്ത് രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഉണ്ടാകും. ഓക്കെ, കേട്ടോ? ഇനി നോക്കി, the patient's total medical record is thus filed as a unit in one folder under one number, അല്ലെ? അതനുസരിച്ചിട്ട് ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഒരു നമ്പറിന് കീഴിൽ ഒരൊറ്റ ഫോൾഡറിൽ ഒരു യൂണിറ്റ്, അല്ലെ? ഒരു നമ്പറിന് കീഴിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയേ ഉള്ളൂ. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയൽ സിസ്റ്റം. അപ്പൊ എങ്ങനെ നമുക്ക് കിട്ടും? ഒരേ ഒരു നമ്പറിൽ മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പോഴൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ഫയൽ മെത്തേഡ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് കേട്ടോ. സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രെയിറ്റ് ന്യൂമറിക് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. 1 2 3 4. ഓക്കെ, 1 2 3 4 5 1 2 3 4 5 6 അങ്ങനെ സ്ട്രെയിറ്റ് ന്യൂമറിക് ആയിട്ടുള്ള ഫയൽ സിസ്റ്റം. നേരെയുള്ള നമ്പർ കറക്റ്റ് ആയിട്ട് ആ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ അതാണ് ആ രീതിയിൽ ഫയൽ ചെയ്തിരിക്കും. നോക്കാം, സ്ട്രെയിറ്റ് ന്യൂമറിക് മീൻസ് the filing of records in accurate chronological order as per the medical record number. Okay, അവിടെ എങ്ങനെയാണ്? മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് അത് കൃത്യമായിട്ടുള്ള കാലക്രമത്തിൽ, അല്ലെ? ക്രോണോളജിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ ഇത് ഡേറ്റ് ആണ് കേട്ടോ, ബൈ ഡേറ്റ്. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്ത് വെക്കുന്ന രീതിയാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇതിനനുസരിച്ചിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ കാലക്രമത്തില് ഈ പറയുന്ന റെക്കോർഡുകൾ ഫയൽ ചെയ്ത് വെക്കുന്ന രീതിയാണ് സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലേൺ ചെയ്തിരിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഹിയർ ദ റെക്കോർഡ്സ് കോൺസിക്യൂട്ടീവ്ലി നമ്പേർഡ് അപ്പിയർ ഇൻ സീക്വൻസ് ഓൺ ദ ഫയൽ ഷെൽഫ്, അല്ലെ? ഓക്കെ, ഇവിടെ എങ്ങനെയാണ്? കോൺസിക്യൂട്ടീവ് ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്? തുടർച്ചയായിട്ടുള്ള നമ്പർ, അല്ലെ? ഇവിടെ എങ്ങനെയാണ്? തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന ഫയലില് ഈ പറയുന്ന റെക്കോർഡുകൾ നമുക്ക് ഒരു ഫയൽ ഷെൽഫില് ക്രമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത്, the following for medical records would be filed as 1 2 3 4 1 2 1 2 3 4 1 3 1 2 3 4 1 4 1 2 3 4 1 5. അപ്പൊ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് 1 2 3 4 1 2 1 2 3 4 1 3 1 2 3 4 1 4 അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്പർ ചെയ്തിരിക്കുന്ന റെക്കോർഡ്സുകൾ ഒരു ഒരൊറ്റ ഫയൽ ഷെൽഫിൽ നമുക്ക് ഇങ്ങനെ ക്രമമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, it is easy to pull any number of records consecutively numbered from the file for any purpose. അപ്പൊ നമുക്ക് ഏതൊരു പർപ്പസിന്, ഏതൊരു ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ചെയ്താൽ എത്ര റെക്കോർഡുകൾ വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതായത് തുടർച്ചയായിട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ തന്നെ തിരിച്ചു വെക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. കാരണം തുടർച്ചയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ആവശ്യത്തിനും ഈ പറയുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ചെയ്ത് എത്ര റെക്കോർഡുകൾ വേണം, എത്ര എണ്ണം വേണം, എത്ര റെക്കോർഡ്സ് വേണമെങ്കിൽ നമുക്ക് ഫയൽ ഷെൽഫിനെ ഈസി ആയിട്ട് നമുക്ക്
എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്താണ്? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ് നമ്പറിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്തിരിക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഓരോന്നിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം കേട്ടോ. സീരിയൽ നമ്പറിൽ എങ്ങനെയായിരുന്നു? ഒരു രോഗിക്ക് എന്താണ് ഓരോ സിറ്റുവേഷനിലും ഓരോ പുതിയ നമ്പർ കൊടുക്കുന്നത്, അതിനനുസരിച്ച് മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. എത്ര തവണ പരിചരണം ലഭിച്ചു എന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഫയൽ ചെയ്ത് വെക്കുന്നത്. യൂണിറ്റ് നമ്പർ എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒറ്റ നമ്പറെ കൊടുക്കുന്നുള്ളൂ, ആ ഒരു നമ്പറിനനുസരിച്ച് ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാകുന്നത് അല്ലെ. ആ മെഡിക്കൽ റെക്കോർഡിനകത്ത് പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ടാകും. ഓക്കെ, അത്രയും. അതേസമയം സ്ട്രേറ്റ് ന്യൂമറിക് നമ്പർ എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് നമ്പറിന്റെ കാലക്രമത്തിനനുസരിച്ച് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. ഓക്കെ, അതാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതിലോട്ട് പോകാം. നാലാമത്തെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്താണ്? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ സിമ്പിൾ ആൻഡ് എക്സാക്ട് ഫയലിംഗ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഫയലിംഗ് മെത്തേഡാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിക്കേ, യൂഷ്വലി a sixth digit number is used and divided with a hyphen into 3 parts, each part generally containing 2 digits. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എന്താ പറയുന്നത്? സാധാരണയായിട്ട് ഒരു 6th ഡിജിറ്റ് നമ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. 6th ഡിജിറ്റ് നമ്പർ അല്ലേ നമ്മൾ യൂസ് ചെയ്യാത്തതൊക്കെ നമ്മൾ പറഞ്ഞു, നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചു. എപ്പോഴെന്താണ് 6 അക്ക നമ്പറുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. മെഡിക്കൽ റെക്കോർഡ് നമ്പർ എത്ര ഡിജിറ്റ് നമ്പർ ആയിരിക്കും? 6th ഡിജിറ്റ് നമ്പർ. അതുപോലെ ഒരു 6th ഡിജിറ്റ് നമ്പർ ആയിട്ട് പക്ഷെ എന്താണ് ഇതിന്റെ ഹൈഫൺ ഉപയോഗിച്ച് നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, ഇതിൽ നോക്കിയേ 6 അക്ക നമ്പർ ആണ് അല്ലെ. അതിനകത്ത് നോക്കി ഒരു 2 ഹൈഫൺ ഇട്ടുകൊണ്ട് 3 ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം അല്ലെ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. യൂഷ്വലി a 6th ഡിജിറ്റ് നമ്പർ is used that is divided by a hyphen into 3 parts. ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് അതിന് തിരിക്കുകയാണ്. ഇനി നോക്കിക്കേ, ഇനിയാണ് ചോദ്യം വരുന്നത്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നോക്കുക, the primary digits are, ശ്രദ്ധിക്കണേ, the primary digits are the last 2 digits on the right hand side of the number. എന്താണ് പറയുന്നത്? എക്സാമ്പിൾ നോക്കിയാൽ മതി. പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഏത് ഡിജിറ്റാ? പ്രൈമറി ഡിജിറ്റ് the last 2 digits of the number ആണ് കേട്ടോ. അതായത് ഈ 6 അക്ക നമ്പറിന്റെ ഏറ്റവും അവസാനത്തെ കേട്ടോ, ഏറ്റവും ഒടുവിലത്തെ ആ 2 അക്ക നമ്പർ ഇതിനകത്താണെങ്കിൽ 5, 6 ആണ് അല്ലെ. ഇതിനകത്താണ് ഇതിലെല്ലാത്തിനും 5, 6. ഓക്കെ, അപ്പൊ ഈ അവസാനത്തെ ആ 2 അക്ക നമ്പർ ഉണ്ടല്ലോ, അതാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അവിടെ ഈ 5, 6ന്റെ മുകളിൽ ഒരു പീൻ എഴുതി വെച്ചു. പീൻ എഴുതി വെക്കുന്നത് എന്താണ്? പ്രൈമറി ഡിജിറ്റ് ആണ് എന്ന് സൂചിപ്പിക്കാനാണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചോളൂ, പീൻ എഴുതി വെച്ചോളൂ. 5, 6ന്റെ അവസാനം കൊണ്ട് പി എന്ന് എഴുതി വെക്കുക. ദാറ്റ് മീൻസ് പ്രൈമറി ഡിജിറ്റ് ആണ്. പ്രൈമറി ഡിജിറ്റ് ഏതാണ്? ഇതിനകത്ത് അവസാനത്തെ 2 അക്ക അല്ലെ. അതാണ് പറയുന്നത് ലാസ്റ്റ് 2 digits on the right hand side of the number. ഇതിന്റെ റൈറ്റ് സൈഡ് ഇതാണ്, അതിന്റെ അവസാനത്തെ 2 അക്കമാണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് the secondary digits are the middle digit. ഇനി സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ ഡിജിറ്റ് ആണ്, നടുക്കുള്ള ആ ഡിജിറ്റ് ആണ്. കണ്ടോ, ഇവിടെ എല്ലാത്തിലും 3, 4 ആണ് കണ്ടോ. ഇതിന്റെ മുകളിൽ നിങ്ങൾ എസ് എന്ന് എഴുതിക്കൊള്ളു, എസ് എന്ന് എഴുതിക്കൊള്ളു. സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത് നടുക്കുള്ള ആ 2 ഡിജിറ്റ് ആണ് കേട്ടോ. അപ്പൊ ബാക്കിയോ ആൻഡ് ടെർഷ്യറി ഡിജിറ്റ്സ് ആണ് ഫസ്റ്റ് റോങ് ആണ്, ഫസ്റ്റ് 2 ആണ് കേട്ടോ. റോങ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്, 2 ആണ്, TWO2 ആണ് കേട്ടോ. ഫസ്റ്റ് 2 on the left side of the number. ഈ ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലെ ആദ്യത്തെ 2 അക്കം ഉണ്ടല്ലോ, അതാണ് ടെർഷ്യറി ഡിജിറ്റ്സ് ആണ് കേട്ടോ. ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടെർഷ്യറി ടീം എടുത്തോളൂടെ ടി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഏത് ഓർഡറിലേക്ക് എടുക്കുന്നത്. TSP അല്ലെ. എന്താണ്? TSP അങ്ങനെ ഒരു ഓർഡറിലാണ് കിടക്കുന്നത്. ഏത് ഓർഡറാണ്? TSP. എവിടെ നിന്ന്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും അല്ലെ. അപ്പൊ 6 അക്ക നമ്പറിനെ ഒരു ഹൈഫൺ ഉപയോഗിച്ച് 3 ഭാഗങ്ങളാക്കി മാറ്റുന്നു. ഓക്കെ, അതില് അവസാനത്തെ 2 അക്ക നമ്പർ ആണ് പ്രൈമറി ഡിജിറ്റ് എന്ന് പറയുന്നത്. നടുക്കുള്ള ഡിജിറ്റ്സ് ആണ് നമ്മൾ സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലെഫ്റ്റിലുള്ള ഫസ്റ്റ് 2 ഡിജിറ്റ്സിലെ അതിനെയാണ് നമ്മൾ ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓർഡർ എങ്ങനെയാണ്? TSP. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ TSP. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ഡിജിറ്റൽ ഫയലിംഗിന്റെ ആ ഒരു സീക്വൻസ് TSP ആ ഒരു കോഡ് ഓർത്താൽ മതി. നിങ്ങൾ
TSP കേട്ടോ. അപ്പൊ നിങ്ങളോട് എടുത്തു വേണമെങ്കിൽ ഒരു നമ്പർ എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലെ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഡിജിറ്റ് സെക്കൻഡറി ഡിജിറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയണം, ആ ഓർഡർ അറിയണം. സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത് നടുക്കുള്ള ഡിജിറ്റ് ആണ്. ആ നമ്പറിൽ നടുക്ക് എടുക്കുന്ന അതല്ലേ TSP ആണ് കേട്ടോ. TSP ആണ് കേട്ടോ അലോണ. ഓക്കെ, TSP കേട്ടോ. TSP ഇവിടെ നിന്നാണ് ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ആദ്യത്തെ T, പിന്നത്തെ S, പിന്നത്തെ അതാണ് ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? സൗണ്ട് ബ്രേക്ക് പ്രശ്നം വരുന്നുണ്ടോ? ആർക്ക് എല്ലാവർക്കും കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഓക്കെ അല്ലേ? കേൾക്കാം. ഓക്കെ, അപ്പൊ ഷൈനല്ലേ പേര്? അലോണയുടെ പേര് ഷൈനല്ലേ? അപ്പൊ ഒന്ന് നോക്കട്ടോ, നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. കുറച്ച് റേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലായല്ലോ. അടുത്തതാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. എന്താണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്? ഓക്കെ, നോക്കാം നമുക്ക് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. അതിന്റെ ഓർഡർ നിങ്ങൾ ഇങ്ങനെ മാത്രം ഓർത്താൽ മതി. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഓർഡർ TSP കേട്ടോ. TSP ആദ്യത്തെ ടെർഷ്യറി ഡിജിറ്റ്, രണ്ടാമത്തെ സെക്കൻഡറി, മൂന്നാമത്തത് പ്രൈമറി ഡിജിറ്റ്. ഇത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതേ വർഷം ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ അത് ഫിക്സഡ് ആയിരിക്കും. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ അത് ഫിക്സഡ് ആയിരിക്കും. മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ വരുമ്പോൾ ഇങ്ങോട്ട് മാറും കേട്ടോ. അത് ഏത് ഫയലിംഗ് ആണെന്ന് ഓർക്കുക. ടെർമിനൽ എന്ന് പറയുമ്പോൾ Tയിലല്ലേ തുടങ്ങുന്നത്? Tയിൽ തന്നെയാണ് തുടങ്ങുന്നത്. TSP ഓർക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അടുത്തത് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് അതിലെങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്. നമ്മളിപ്പോ പറഞ്ഞ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഉണ്ടല്ലോ, അതിന്റെ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇനി എന്താ വ്യത്യാസം എന്നറിയോ? അവിടെ TSP എന്നുള്ള ഓർഡറിലല്ലേ, ഇവിടെ ചെറിയൊരു ഓർഡറിൽ വ്യത്യാസം. ഫസ്റ്റ് ചോദിച്ചില്ലേ വ്യത്യാസം ഉണ്ടാവോ? വേറെ ഫയലിംഗിൽ വേറെ രീതിയിലായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് മിഡിൽ ഡിജിറ്റ് ഫയലിംഗിൽ എങ്ങനെയാണ് ഓർഡർ നോക്കിയേ? ഹിയർ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഡിജിറ്റ്സ് ആർ ഇൻ ഡിഫറെന്റ് പൊസിഷൻ. കണ്ടോ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഡിജിറ്റുകള്. അയ്യോ, ഒരു പോയിന്റ് വിട്ടുപോയല്ല, നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിൽ ഒരു പോയിന്റ് വിട്ടുപോയില്ല. ലാസ്റ്റത്തെ പോയിന്റ് ആണ്. ഇൻ ദ ഫയൽ ദ സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ആൾട്ടേഴ്സ് വിത്ത് എവരി റെക്കോർഡ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഫയൽ ചെയ്ത് വെക്കുമ്പോ അതിൽ സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞ ആദ്യത്തെ രണ്ട് ഡിജിറ്റ്, അതല്ലേ ടെർഷ്യറി ഡിജിറ്റ്. അതിന്റെ രണ്ടാമത്തെ നമ്പർ അല്ലെ, സെക്കൻഡ് ഡിജിറ്റ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ടെർഷ്യറി ഡിജിറ്റ്. ടെർഷ്യറി ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് ഡിജിറ്റുകളാണ് കണ്ടോ. ഇതാണ് ടെർഷ്യറി ഡിജിറ്റ്. അതിന്റെ രണ്ടാമത്തെ നമ്പർ ഇതിനകത്ത് ഏതാ? 2 ആണ് അല്ലെ. ഈ നമ്പറിനകത്ത് 3 ആണ്, ഈ നമ്പറിനകത്ത് 4 ആണ്, ഈ നമ്പറിനകത്ത് 5. കണ്ടോ, ആ നമ്പറുകൾ മാത്രമാണ് ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ നമ്പേഴ്സും സെയിം ആണ്. മനസ്സിലായോ? പറഞ്ഞേ 1 2 1 3 1 4 1 5. കണ്ടോ, അതിന്റെ രണ്ടാമത്തെ നമ്പർ 2, ഇവിടെ എത്തിയപ്പോ 3 ആയി, 4 ആയി, 5 ആയി. അപ്പൊ ആ ടെർഷ്യറി ഡിജിറ്റിന്റെ രണ്ടാമത്തെ നമ്പർ, രണ്ടാമത്തെ അക്കമാണ് എന്താണ് ആൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ നമ്പേഴ്സും സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് വെച്ചാൽ മതി. അടുത്തതാണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാം. ഹിയർ ദ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഡിജിറ്റ്സ് ആർ ഇൻ എ ഡിഫറെന്റ് പൊസിഷൻ. ഇവിടെ അതിന്റെ പൊസിഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം നോക്കിക്കേ. മിഡിൽ പാർട്സ് ഓഫ് ദ ഡിജിറ്റ്സ് ആർ ദ പ്രൈമറി ഡിജിറ്റ്. അതാണ് മിഡിൽ പാർട്ട് കണ്ടോ, രണ്ടാമത് നടുക്കുള്ള ഭാഗം, അതാണ് എന്ത് പ്രൈമറി ഡിജിറ്റ് ആയിട്ട് പറയുന്നത്. അവിടെ ഇത് സെക്കൻഡറി ആയിരുന്നു, ഇവിടെ വന്നത് പ്രൈമറി ആണ്. അപ്പൊ നടുക്കുള്ളതാണ് ഇത് പ്രൈമറി കേട്ടോ. ഓക്കെ, അപ്പൊ നടുക്കുള്ള നമ്പറിന്റെ മുകളിൽ പീന്ന് എഴുതിക്കോളൂ കേട്ടോ, പീന്ന് എഴുതിക്കോളൂ. പിന്നെ എന്താ പറയുന്നത്? ഡിജിറ്റ്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ആർ ദ സെക്കൻഡറി ഡിജിറ്റ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ തുടക്കമുള്ള നമ്പർ കേട്ടോ. കണ്ടോ, അതാണ് എന്ത് സെക്കൻഡറി ഡിജിറ്റ് എന്ന് പറയുന്നത്. 68 ആണല്ലോ, 68 ആണ് കേട്ടോ. പ്രൈമറി ഡിജിറ്റ് ആയിട്ട് വരുന്നത് 68 ആണ്. നടുക്കുള്ള നമ്പർ അതല്ലേ, അതാണ് കേട്ടോ പ്രൈമറി ഡിജിറ്റ്. ലെഫ്റ്റ് സൈഡില് ഇടതുവശത്തുള്ളത് കേട്ടോ 46, ഇതാണ് 46. അതാണ് എന്ത് സെക്കൻഡറി ഡിജിറ്റ്. അപ്പൊ അതിന്റെ മുകളിൽ S എഴുതിക്കോ കേട്ടോ, S എഴുതി വെച്ചോളൂ. ഇവിടെ S, ഇവിടെ P. ഓക്കെ, അടുത്തതോ ലാസ്റ്റ് 96, 97 അതാണ് കേട്ടോ. രണ്ട് ഡിജിറ്റ്സ് ഓൺ ദ റൈറ്റ് ആണ് ടെർഷ്യറി. ബാക്കി ഏറ്റവും ഒടുവിലുള്ളതാണ് ടെർഷ്യറി ഡിജിറ്റ് ആയിട്ട് വരുന്നത്. ഏതിലാണ്? മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് നോക്കി വെക്കണേ. അപ്പൊ ഏത് ഓർഡറിലാണ് നിങ്ങൾക്ക് കിട്ടിയത്?
SPT എന്നുള്ള ഓർഡറാണ്. ഏത് ഓർഡറാണ്? SPT. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ഓർഡറിലായിരിക്കും ഇത് മിഡിൽ ഡിജിറ്റില് വന്നേക്കുന്നത് കേട്ടോ, SPT ഓർഡർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ടെർമിനൽ ഡിജിറ്റ് ഫൈനലിലെ ഓർഡർ TSP. ഓക്കെ, മിഡിൽ ഡിജിറ്റ് ഫൈനലിലെ ഓർഡർ എന്താണ്? SPT. എവിടെ നിന്നാണ്? ലെഫ്റ്റിന്റെ റൈറ്റിലോട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റത്തെ നമ്പർ നോക്കിയേ. ഫസ്റ്റത്തെ നമ്പർ മിഡിൽ ഡിജിറ്റ് ഫൈനൽ കേട്ടോ. ഫസ്റ്റത്തെ നമ്പർ നോക്കുക, 466896. ഞാൻ നിങ്ങളോട് ചോദിക്കാം, കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തെ പ്രൈമറി ഡിജിറ്റ് ഒന്ന് പറയാമോ? ഇതിനകത്തെ പ്രൈമറി ഡിജിറ്റ് ഒന്ന് പറയാമോ? പ്രൈമറി ഡിജിറ്റ് 68. കറക്റ്റ്, മനസ്സിലായല്ലോ? നടുക്കുള്ള ഡിജിറ്റ്. ടെർഷ്യറി ഡിജിറ്റ് ഒന്ന് പറയാമോ? ടെർഷ്യറി ഡിജിറ്റ് ഒന്ന് പറഞ്ഞേ. 96. ഓക്കെ, വെരി ഗുഡ്. അലോണിക്ക് മനസ്സിലാവുന്നില്ലേ? അലോണിക്ക് ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഓക്കെ, 96. പിന്നെ വരുന്നത് സെക്കൻഡറി ഡിജിറ്റ് ഏതാ? സെക്കൻഡറി ഡിജിറ്റ് ഏതാ അതിനകത്ത്? സെക്കൻഡറി ഡിജിറ്റ് 46. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ടെർമിനലില് TSP എന്നുള്ള ഓർഡറിലാണ്, മിഡിൽ ഡിജിറ്റ് ഫൈലിംഗ് ആണ് SPT എന്നുള്ള ഓർഡറിലാണ് കേട്ടോ. അപ്പൊ ചിലത് നിങ്ങൾക്ക് ഒരു നമ്പർ ഒന്ന് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇൻ ടെർമിനൽ ഡിജിറ്റ് ഫൈലിംഗ്. അപ്പൊ നോക്കണം ഏത് ഫൈലിംഗ് ആണ് നോക്കണം. പോകരുത്. ടെർമിനൽ ഡിജിറ്റ് ഫൈലിംഗ് ആണെങ്കിൽ ഇതിലെ പ്രൈമറി ഡിജിറ്റ് ഏതാണ്, സെക്കൻഡറി ഡിജിറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഓപ്ഷനിൽ എടുത്ത് പറയണം. മിഡിൽ ഡിജിറ്റിലാകുമ്പോൾ ഓർഡർ വ്യത്യാസമുണ്ട്, SPT എന്നുള്ള ഓർഡർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വെച്ചാൽ കേട്ടോ. ഇത്രയുള്ളൂ 5 ഫൈലിംഗ് മെത്തേഡുകൾ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സീരിയൽ നമ്പറിങ്, പിന്നെ യൂണിറ്റ് നമ്പറിങ്, പിന്നെ സ്ട്രേറ്റ് ന്യൂമറിക് ഫൈലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫൈലിംഗ് ആൻഡ് മിഡിൽ ഡിജിറ്റ് ഫൈലിംഗ്. ക്ലിയർ ആണല്ലോ? ഇതാണ് 5 മെത്തേഡ് ഓഫ് ഫൈലിംഗ് നമ്പറിംഗ് സിസ്റ്റം. ഓക്കെ, 5 മെത്തേഡ്. അടുത്തത് നോക്കാം നമുക്ക്. ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കൊടുക്കാം. അടുത്തതാണ് ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിലുള്ള കുട്ടികൾ സുഹൈനെ കണ്ടില്ലല്ലോ? സുഹൈനില്ലേ ക്ലാസ്സിൽ? 2 ദിവസം ഒന്ന് നാളെ കണ്ടിട്ട്. ഫോർമാറ്റ് ഓഫ് ഇല്ലേ? ആൾ ക്ലാസ്സിലില്ലേ? ഓക്കെ, ചെയ്യാറുണ്ടല്ലേ. അടുത്തത് കേട്ടോ, ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഫോർമാറ്റിനെ പറ്റിയാണ് കേട്ടോ. നമ്മൾക്ക് അറിയാം എന്താണ് ഫോർമാറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫോർമാറ്റ് നമ്മുടെ അപ്ലിക്കേഷന് അതിനൊരു പ്രത്യേക ഫോർമാറ്റ്, ശരിയല്ലേ? പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ എഴുതി കൊടുക്കുക അല്ലെ. അല്ലെങ്കിൽ നമ്മളൊരു ബയോഡാറ്റ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അവിടെ റെക്കോർഡ്സിനുണ്ട് ഇതുപോലൊരു ഫോർമാറ്റ് കേട്ടോ. എന്ന് വെച്ചാല് മെഡിക്കൽ റെക്കോർഡ്സിനകത്തുള്ള വിവരങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെ, അതിന്റെ ഒരു ഘടന, അതിന്റെ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ അതിന്റെ ഒരു അവതരണം എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് നമ്മുടെ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് ധാരാളം വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ നമ്മൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നു, പ്രത്യേക സ്ട്രക്ചറിലാണ് നമ്മുടെ ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ഫോർമാറ്റ് എന്നതുകൊണ്ട് അപ്പൊ അതാണ് ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഫോർമാറ്റുകളാണ് പഠിക്കാനായിട്ട്. 3 ടൈപ്പ് ഫോർമാറ്റുകളാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നില്ലേ? കയ്യിൽ പേന എടുത്ത് വെച്ചോ കേട്ടോ. പേനയോ പെൻസിൽ എന്താന്ന് വെച്ച് വെച്ചോ. ഇവിടെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് എഴുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോകും നിങ്ങൾ പഠിക്കുമ്പോ. നോക്കാം ടൈപ്സ് ഓഫ് ഫോർമാറ്റ്. 3 ടൈപ്പാണ് ഫോർമാറ്റ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് വൺ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, SOMR. ഐ ഇല്ലാണ്ട് ഐ പോലെ എടുക്കുന്നത് ബ്രാക്കറ്റ് ആണ് കേട്ടോ. ബ്രാക്കറ്റ് ആക്കി വെക്കണേ. SOMR എന്താണ്? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അഥവാ POMR. ഓക്കെ, POMR പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. മൂന്നാമത്തത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് ആയിട്ടാ കൊടുത്തത്. നിങ്ങൾ ഇങ്ങനെ എഴുതാം. 1 നമ്പർ 1 എന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണൊക്കെ. നമ്പർ 1 എന്ന് എഴുതാം. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് SOMR. നമ്പർ 2 എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് POMR. നമ്പർ 3 ഇടാം കേട്ടോ. അവിടെ 3 ഇടാം. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഏതൊക്കെയാണ് 3 ടൈപ്പ് ഫോർമാറ്റുകൾ: SOMR, POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. SOMRന്റെ ഫുൾ ഫോം എന്താണെന്നും പഠിച്ചു വെക്കുക കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. POMRന്റെ ഫുൾ ഫോം എന്താണ്? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ലാസ്റ്റ് വരുന്ന എന്താണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ക്ലിയർ ആയോ? ഈ 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനായിട്ട്. 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 3എണ്ണത്തിലും അതിൻ്റെതായ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് മാത്രമേ ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അല്ലോണ ഇല്ലാട്ടോ, ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. SOMR കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മതി കേട്ടോ. ബ്രാക്കറ്റ് ഇട്ടാൽ മതി. കയറി വന്നേക്കുന്ന അല്ലാട്ടോ, അത് ബ്രാക്കറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കുക. 1, 1, 2, 3. ഓക്കെ, നമ്പർ 3 ഉണ്ട്. ഇനി നോക്കുക കേട്ടോ. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ പ്രത്യേകതകളാണ്. അപ്പൊ ഈ പറയുന്ന ഈ മൂന്നെണ്ണം വരുന്നുണ്ട്. ആ 3എണ്ണത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രത്യേകതകളാണ് ഇനി താഴെ പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന് ഷോർട്ട് IMR എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് IMR എന്നൊന്നും പറയണ്ട. കാര്യം IMR ഇതിലില്ലാത്തൊരു കാര്യമാണ്. IMR എന്നൊന്നും എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എഴുതണ്ട കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് തന്നെ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് IMR എന്നൊന്നും കണ്ടു ചിലപ്പോൾ ആൾക്കാർ IMR കാണുമ്പോൾ അയ്യോ അതങ്ങനെ ടെക്സ്റ്റ് ചെയ്യില്ലല്ലോ, അതെന്താ എവിടെ നിന്നാ വന്നേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ അതിന് വേറെ വല്ല എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൺഫ്യൂഷൻ. അപ്പൊ അത് ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് തന്നെ പഠിക്കുക. അടുത്തത് ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കുന്നത് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആ പേരൊന്ന് നമ്മൾ ശ്രദ്ധിച്ചേ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. എന്തിനെയാണ് അവിടെ ബേസ് ചെയ്യുന്നത്? സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലായോ? സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വിവരങ്ങളെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അടുത്ത സംശയം എന്താണ് ഈ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണോ ആ വിവരങ്ങൾ ലഭിക്കുന്നത്, അതാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലബോറട്ടറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ലബോറട്ടറി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുന്നു. ഓക്കെ, ഇനി റേഡിയോളജി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അതായത് എക്സ്റേ, സ്കാനിങ്, അതിനെ പറ്റിയുള്ള കുറെ വിവരങ്ങൾ, അത് നമ്മൾ റേഡിയോളജി റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതും ഒരു വിഭാഗമായി തിരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ റിപ്പോർട്ട്സ് എന്നുള്ള രീതിയിൽ, ഓപ്പറേറ്റീവ് ഡാറ്റ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് അതൊരു ഗ്രൂപ്പ് ആക്കി വെക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, നമ്മള് സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വിവരങ്ങളെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പല പല ഡിവിഷൻസ് ആക്കി വെച്ചേക്കുന്നത്. മനസ്സിലായോ? ലബോറട്ടറി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെ ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആക്കി. ഇനി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ റേഡിയോളജി റിപ്പോർട്ട്സ് എന്ന രീതിയിൽ അതിന്റെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കി വെക്കും. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പറേറ്റീവ് ഡാറ്റ എന്നുള്ള പേരിൽ അതും ഒരു ഗ്രൂപ്പ് ആക്കി വെക്കും. അങ്ങനെ ഓരോ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിവരങ്ങൾ ഇങ്ങനെ ഡിവിഷൻ ആക്കി വെക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. മനസ്സിലായോ? അത് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്, പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ സോഴ്സ്. ലാബ് സോഴ്സ് ആണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സോഴ്സ് ആണ്, ഓപ്പറേഷൻ തിയേറ്റർ അതൊരു സോഴ്സ് ആണ്, ICU ഒരു സോഴ്സ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം ഗ്രൂപ്പ് ചെയ്ത് വെക്കും. അത്രയാണ് അതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? സോഴ്സ് ഓറിയന്റഡ് മനസ്സിലായല്ലോ? അപ്പൊ നോക്കിക്കേ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കാര്യം? അപ്പൊ ഇനി നോക്കാം. ഇനി പ്രത്യേകത വായിക്കുമ്പോ നിങ്ങൾ പറയണം, അത് ഏതിന്റെ പ്രത്യേകതയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് വായിക്കാം. മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻ in accordance with the patient care departments which provide the care and the data. ഏതായിരിക്കും ഇതിനകത്ത്? ഈ മൂന്നെണ്ണത്തിലെ ഏതിന്റെ പ്രത്യേകത പറഞ്ഞത്? നമ്മൾ പറഞ്ഞ SOMR. വെരി ഗുഡ്, കറക്റ്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? മെഡിക്കൽ റെക്കോർഡ് ഈസ് അറേഞ്ച്ഡ് ഇൻ സെക്ഷൻ in accordance with the patient care departments. അല്ലെ, രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന പേഷ്യന്റ് കെയർ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് വിവരങ്ങൾ ഡിവൈഡ് ചെയ്ത് സെക്ഷൻസ് ആക്കി വെക്കുന്നു. ഇതിന്റെ പ്രത്യേകത SOMR. അപ്പൊ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, അല്ലെങ്കിൽ ഹൈഫണിൽ എഴുതി വെച്ചോ. SOMR അല്ലെ, SOMRന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്.
Hence the name source oriented medical record. അതുകൊണ്ടാണ് ആ പേര് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്തിന്റെയാണ് പ്രത്യേകത? കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 പോയിന്റുകളും എന്തിന്റെ പ്രത്യേകതയാണെന്ന് അറിയാമോ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ആ 4 പോയിന്റുകൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കോളൻ പോലെ ഇട്ടിട്ട് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന് എഴുതി വെച്ചു കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന് എഴുതി വെച്ചു. ഇനി പറയുന്നത് 4 പോയിന്റേ ഉള്ളൂ. ആ 4 പോയിന്റുകളും നമ്മൾ ഈ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകതകളാണ്, ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ 4 എണ്ണത്തിന് ഒരു കോളം ഇട്ടിട്ട് അവിടെ എഴുതി വെച്ചു കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന് എഴുതി വെച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. നോക്കാം, അടുത്ത പോയിന്റ് ഇതാണ്. ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. എന്താണ്? ഫോംസ് ആർ ഓർഗനൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടു ഡേറ്റ്. ഡേറ്റിനനുസരിച്ച് അല്ലെ, തീയതിക്കനുസരിച്ച് ഫോമുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ഏതിനകത്താണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ, വിത്ത് ടു ഡേറ്റ്. ഓരോ തീയതിയിൽ നടന്ന കാര്യങ്ങൾ, ഇന്നത്തെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഇനി അടുത്ത ദിവസം നാളത്തെ ഡേറ്റ് ആണ്, നാളത്തെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുകൾ ചെയ്തു, അങ്ങനെ ഡേറ്റിനനുസരിച്ച് കൊണ്ടാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് എന്ത് ചെയ്ത് വെക്കുന്നത്? വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? യൂഷ്വലി the record is arranged in reverse chronological order at the nurse's station. എന്താണ് പറയുന്നത്? സാധാരണയായിട്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. എന്താണ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള വിവരങ്ങൾ എവിടെ പ്ലേസ് ചെയ്യും? നമ്മള് പ്ലേസ് ചെയ്യേണ്ട ടോപ്പ്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള വിവരങ്ങൾ ടോപ്പിലും, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള വിവരങ്ങളെ ബോട്ടത്തിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ബോട്ടം താഴെയായിട്ടാണ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. അതാണ് ആ ഒരു ഓർഡർ ആണ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാല് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള വിവരങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, പുതിയ വിവരങ്ങളെല്ലാം തന്നെ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ടോപ്പ്. ഏറ്റവും പഴയ വിവരങ്ങളുണ്ടല്ലോ, അത് പ്ലേസ് ചെയ്തിട്ട് ബോട്ടം. അത് ഏറ്റവും താഴെയായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുക. ആ ഒരു ഓർഡർ ആണ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും അവിടെ റെക്കോർഡിന്റെ വിവരങ്ങൾ ഫയൽ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സോ the most information is at the front and the oldest information is at the back of each section. അപ്പൊ ഓരോ സെക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളായിരിക്കും ടോപ്പിൽ കിടക്കുന്നുണ്ടാവുക. ഏറ്റവും പഴയ വിവരങ്ങളായിട്ട് ഓരോ സെക്ഷന്റെ പിറകിലായിട്ട് ഉണ്ടായിരിക്കും, ബാക്കിലായിട്ട് ഉണ്ടായിരിക്കും. മനസ്സിലായ രീതിയിലാണ് കാര്യം. ഇൻറിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. ഓക്കെ, റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്. ഇനി ഈ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ റെക്കോർഡിലെ വിവരങ്ങൾ ഒന്നുകൂടെ റീഓർഗനൈസ് ചെയ്യും. റീഓർഗനൈസ് ചെയ്യാൻ റീ അറേഞ്ച് ചെയ്യും കേട്ടോ. റീ അറേഞ്ച് ടു പ്രസന്റ് ഇൻ ദ ഓർഡർ ദാറ്റ് അത് ഏത് ദിവസത്തിൽ നടന്ന ഓർഡറിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വിവരങ്ങളെ എന്ത് ചെയ്ത് വെക്കും? നമ്മൾ റീഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്തിനു ശേഷം? ഡിസ്ചാർജിന് ശേഷം. രോഗി ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡിലെ ഈ വിവരങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീഓർഗനൈസ് ചെയ്യും, റീ അറേഞ്ച് ചെയ്തിട്ട് അത് സംഭവിച്ച ഓർഡറിൽ കറക്റ്റ് ആക്കി ഇങ്ങനെ വെക്കും. അതായത് ആ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് റീഓർഗനൈസ് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് ചെയ്യുന്നത്. എന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡേറ്റിനനുസരിച്ചിട്ടാണ് അവിടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നത്. അത് മാത്രമല്ല, വിവരങ്ങൾ ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അപ്പൊ എന്താണ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ഓൾഡസ്റ്റ് ഇൻഫർമേഷൻ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം, താഴെയായിട്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? റെക്കോർഡ് ഈസ് റീഓർഗനൈസ്ഡ് ആഫ്റ്റർ ദ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ്ഡ്. ഈ പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അതിലെ വിവരങ്ങൾ റീഓർഗനൈസ് ചെയ്യും. റീഓർഗനൈസ് ടു പ്രസന്റ് ഇൻ ദ ഓർഡർ ദാറ്റ് കേട്ടോ. അത് നടന്ന ഓർഡറിലായിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് റീഓർഗനൈസ് ചെയ്ത് നിൽക്കും. ഇത്രയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ പ്രത്യേകത. മനസ്സിലായല്ലോ? 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓരോന്നിന്റെയും അഡ്വാൻറ്റേജ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞത് SOMR-ന്റെ ആണ് അല്ലെ, സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ.
അപ്പൊ സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, രോഗിയുടെ ആ ഒരു പേഷ്യന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ, അല്ലെങ്കിൽ ആ ഒരു സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് അവിടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും നോക്കാൻ കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് SOMR നോക്കിക്കേ, ഓർഗനൈസസ് റിപ്പോർട്ട്സ് ഫ്രം ഈച്ച് സോഴ്സ് ടുഗെദർ, making it is easy to decide the assessment, treatments and observations a particular department provided. അല്ലെ, നമ്മൾ SOMR-നകത്ത് എന്താണ്, ഒരു സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് വിവരങ്ങൾ വെക്കുന്നത്. ലബോറട്ടറി റിപ്പോർട്ട് അതൊരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട്, റേഡിയോളജി റിപ്പോർട്ട് അതൊരു ഗ്രൂപ്പായിട്ട്, ഇനി ഓപ്പറേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതൊരു ഗ്രൂപ്പായിട്ട്, ഇനി ICU ഉണ്ടെങ്കിൽ ICUയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വെക്കും. അങ്ങനെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് വെക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിയിട്ടുള്ള അസസ്മെന്റുകള് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകള്, ഒബ്സർവേഷൻസ് അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ലേ. ഇപ്പൊ നമുക്ക് തോന്നാണ് ആ ഒരു രോഗിയുടെ ലാബ് സംബന്ധമായിട്ട് ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് എന്ത് ഒബ്സർവേഷൻസ് ആണ് നടത്തിയിട്ടുള്ളത് എന്നറിയാനായിട്ട് നമ്മളിങ്ങനെ തപ്പിക്കരഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലബോറട്ടറി റിപ്പോർട്ട് അവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, അത് മാത്രം എടുത്ത് പരിശോധിച്ച് നമുക്ക് ഈസി ആയിട്ട് ലബോറട്ടറി വിവരം ആ പേഷ്യന്റിന്റെ വിവരങ്ങൾ കിട്ടും അല്ലെ. അതുപോലെ ഇപ്പൊ തോന്നാണ് നമുക്ക് അവരുടെ സ്കാനിങ് സംബന്ധമായിട്ടുള്ള പേഷ്യന്റിന്റെ വിവരങ്ങളാണ് അറിയുന്നത്, നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്താൽ മതി, റേഡിയോളജി റിപ്പോർട്ട്സ് മാത്രം എടുത്താൽ മതി. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയോളജി വിവരങ്ങൾ ലഭിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ അസസ്മെന്റുകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റുകളാണ്, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നടത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പറഞ്ഞ മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ. SOMR-ന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ അല്ലേ? ആണല്ലോ, ശരി. അടുത്തത് ഡിസ്അഡ്വാൻറ്റേജ് കേട്ടോ. അതിന്റെ ഒരു ദോഷം അല്ലെങ്കിൽ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് നോക്കിക്കേ, നോട്ട് പോസിബിൾ ടു റാപ്പിഡ്ലി ഡിസൈഡ് all of the patient's problems and treatments being given for the patient at a given time. Underline ചെയ്തിരിക്കുന്നത് എന്താ പറയുന്നത്, not possible to rapidly decide all of the patient problems and treatments being given for the patient at a given time. അല്ലെ, അതായത് ഒരു നിശ്ചിത പീരീഡില്, ഒരു നിശ്ചിത സമയത്ത് ആ ഒരു പേഷ്യന്റിനുണ്ടായ എല്ലാവിധ പ്രോബ്ലംസിനെ പറ്റിയിട്ടും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക കാലഘട്ടം എന്ന് പറയുന്നത് ആ സമയത്ത് ചിലപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, റേഡിയോളജി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതൊരു നിശ്ചിത ഒരു പീരീഡ് ഓഫ് ടൈമില് ആ ഒരു രോഗിയുടെ എല്ലാവിധ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ പറ്റില്ല. അതേസമയം ആ ഒരു സമയത്ത് ലാബിന്റെ മാത്രം വിവരങ്ങളാണ് നോക്കിയാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, റേഡിയോളജി മാത്രമേ അതും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ആ ഒരു പ്രത്യേക കാലയളവില് ഓൾ ഓഫ് ദ പ്രോബ്ലംസ്, ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഇങ്ങനെ ഗ്രൂപ്പ് എഴുതാൻ വെച്ചേക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ ലാബിന്റെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഇതില് ചിലപ്പോൾ റേഡിയോളജി ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോട്ട് ടു റാപ്പിഡ്ലി ഡിസൈഡ് ഓൾ ഓഫ് ദ പേഷ്യന്റ് പ്രോബ്ലംസ് ആൻഡ് ട്രീറ്റ്മെന്റ് being given for the patient at a given time. As the data from the different departments are arranged in sections, not in accordance with the problems of the patient or integrated in time. കാര്യം എന്താണ്, അവിടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡേറ്റ് എന്താ പറയാ സോഴ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ല തരംതിരിക്കുന്നത്. അല്ല, സോഴ്സിനെ ബേസ് ചെയ്തിട്ട് തിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് ഒരു പ്രത്യേക കാലയളവിലെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? ഡിസ്അഡ്വാൻറ്റേജ് അത്രയും കേട്ടോ. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തൊക്കെ അസസ്മെന്റ് നടത്തിയത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതേസമയം ഒരു പ്രത്യേക സമയത്ത് ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കില്ല. കാര്യം എല്ലാം ഇതിന്റെ സെക്ഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നതാണ് POMR കേട്ടോ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് ആദ്യമേ പറയട്ടെ, എന്തായിരിക്കും പ്രോബ്ലം ഓറിയന്റഡ്? സോഴ്സ് ഓറിയന്റഡ് പറയുമ്പോൾ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. POMR എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ കിടപ്പുണ്ട്. എന്താ സംഭവം? പ്രോബ്ലം ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞാല്
ഒരു രോഗിയുടെ പ്രത്യേക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ കൺസേൺസിൽ അവരുടെ ആശങ്കകൾക്ക് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താണ് വിവരങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നതാണ് POMR എന്ന് പറയുന്ന ഫോർമാറ്റ് അല്ലെ. അവിടെ എന്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? രോഗിയുടെ പ്രശ്നങ്ങൾക്കാണ് അല്ലെ. സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനെ ഫോക്കസ് ചെയ്തിട്ടാണെങ്കിൽ പ്രോബ്ലം ഓറിയന്റഡ് എന്ന് പറയുന്ന ആ രോഗിയുടെ പ്രത്യേക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ആശങ്കകൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ വിവരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നത്. അതെ, അതിനെയാണ് നമ്മൾ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റിപ്പോർട്ട്. അത്രയുള്ള കേട്ടോ. ഓക്കെ, ഇനി നോക്കുക. ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോറൻസ് എൽബീഡ്. അത് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. POMR ഫോർമാറ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആ വ്യക്തിയുടെ പേര് നോക്കുക കേട്ടോ. ലോറൻസ് എൽബീഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ഇനി നോക്കിക്കേ. It provides a systematic method of documentation to reflect the logical thinking on the part of the physician controlling the care of the patient. എന്താണ് പറയുന്നത്? ഇതെന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കേട്ടോ. SOMR ഇന്റഗ്രേറ്റിനേക്കാളും കുറേയും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഡോക്യുമെന്റേഷൻ മെത്തേഡ് ആയിട്ട് കണക്കാക്കുന്നത് POMR. അത് മാത്രമല്ല, അതിനകത്ത് ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ലോജിക്കൽ തിങ്കിങ് എന്നുവെച്ചാൽ അവരുടെ ആ ഒരു ധാരണകള് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് അത് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിലെ വിവരങ്ങൾ എന്ത് ചെയ്ത് വെക്കുന്നത്, രേഖപ്പെടുത്തി വെക്കുന്നത്. പക്ഷെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് എങ്ങനെയാണ് ആ ഡോക്ടർ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ ഡോക്ടറുടെ ഡയഗ്നോസിസ് എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അദ്ദേഹം അതിനായിട്ട് സജസ്റ്റ് ചെയ്തിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് ലഭിക്കും. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഇനി മാത്രമല്ല, the physician explains and follows each clinical problem individually and organizes them for the solution. അവിടെ ഡോക്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഓരോ പ്രശ്നങ്ങളെയും, ഓരോ ക്ലിനിക്കൽ പ്രശ്നങ്ങളെയും വ്യക്തിഗതമായിട്ട് തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ ക്ലിനിക്കൽ പ്രശ്നങ്ങളെയും വ്യക്തിഗതമായിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ രീതിയിൽ ആ ഒരു ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷനും കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ POMR-നകത്ത് എന്ത് ചെയ്ത് വെക്കുന്നത്, വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. പ്രോബ്ലം ഓറിയന്റഡ് ആണ്, പ്രോബ്ലത്തിനാണ് അവിടെ ഫോക്കസ് ചെയ്ത് കേട്ടോ. ഓക്കെ, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോറൻസ് എൽബീഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് കുറച്ചധികം ഉണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ചുള്ളൂ. നമുക്ക് നോക്കാം. ബേസിക് പാർട്സ് ഓഫ് POMR കേട്ടോ. POMR-ന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? PO എന്ന് പറഞ്ഞ മെയിൻ ഫോർമാറ്റ് ആണ്. ഇനി അതിൽ തന്നെ ചെറിയ ഭാഗങ്ങളുണ്ട്. POMR-ന്റെ തന്നെ ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മളത് എടുക്കുന്നത് കേട്ടോ. ജനറലി 4 പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡാറ്റാബേസ് കേട്ടോ. ആദ്യത്തെ എന്താണ്? ഡാറ്റാബേസ്. രണ്ടാമത്തത് പ്രോബ്ലം ലിസ്റ്റ്. മൂന്നാമത്തത് ഇനീഷ്യൽ പ്ലാൻസ്. നാലാമത്തത് പ്രോഗ്രസ് നോട്ട്സ്. POMR-ന്റെ ആണ് കേട്ടോ പറയുന്നത്. POMR-ന് 4 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ എന്താണ്? ഡാറ്റാബേസ്. രണ്ടാമത്തത് പ്രോബ്ലം ലിസ്റ്റ്. മൂന്നാമത്തത് ഇനീഷ്യൽ പ്ലാൻസ്. നാലാമത്തത് പ്രോഗ്രസ് നോട്ട്സ്. അത് ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യം ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡാറ്റാബേസ് ബേസിക് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഡാറ്റകളായിരിക്കും അവിടെ എഴുതി വെക്കുന്നത്. ഡാറ്റാബേസ് എന്നല്ലേ പറയുന്നേ? ആ പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡാറ്റകൾ എന്ന് വെച്ചാൽ അയാളുടെ പേര്, അതുപോലെ അയാളുടെ വിവരങ്ങള്, മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡാറ്റകളായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തുക. പ്രോബ്ലം ലിസ്റ്റ് എന്തായിരിക്കും? ആ പേരിൽ തന്നെ കിടക്കുന്നു. പ്രോബ്ലം ലിസ്റ്റ് എന്തായിരിക്കും? ആ രോഗിയുടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ പ്രോബ്ലം ലിസ്റ്റ് ഔട്ട് ചെയ്തു. മൂന്നാമത്തെ എന്താണ്? ഇനീഷ്യൽ പ്ലാൻസ്. അതെന്തായിരിക്കും? പ്രോബ്ലം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ആ പ്രോബ്ലത്തിന് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. അതിലെ നമ്മൾ ചെയ്യും. പ്രോബ്ലം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് വേണം? ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പ്ലാനുകൾ പിന്നെ ചെയ്യണം അല്ലെ? അതല്ലേ വേണ്ടേ? അതാണ് ഇനീഷ്യൽ പ്ലാൻ. ലാസ്റ്റ് എന്താ? പ്രോഗ്രസ്. എല്ലാ പ്ലാനും എല്ലാം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യന്റ് ബെറ്റർ ആവില്ലേ? അയാളുടെ കണ്ടീഷൻ പ്രോഗ്രസ് ആവില്ലേ? എന്തായിരിക്കും? പ്രോഗ്രസ് അല്ലെ? അങ്ങനെ ആലോചിച്ചാൽ മതി. POMR ആദ്യം എന്തായിരിക്കും? ഡാറ്റാബേസ് എന്ന് വെച്ചാൽ അയാളുടെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പ്രോബ്ലം ലിസ്റ്റ്. പ്രോബ്ലം ഒക്കെ എഴുതിയിട്ടുണ്ടോ? പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആവശ്യമായ പ്ലാൻ ആയിരിക്കും. ഇനീഷ്യൽ പ്ലാൻ. ഈ പ്ലാനിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇത് സംഭവിക്കും? പ്രോഗ്രസ് ഉണ്ടാവും. സോ പ്രോഗ്രസ് 4 ഭാഗം. ഓക്കെ, ഡാറ്റാബേസ്, പ്രോബ്ലം ലിസ്റ്റ്, ഇനീഷ്യൽ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ്. ഇനി ഇപ്പൊ ഓരോന്ന് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. വേറൊന്നും ഉണ്ടായിട്ട്
5 മിനിറ്റ് പറയുന്നത്. ആദ്യത്തെ പറയാം കേട്ടോ. ഡാറ്റാബേസ് കേട്ടോ. ഫസ്റ്റ് എന്താണ് ഡാറ്റാബേസ്? എന്താണ് ഡാറ്റാബേസ്? മിനിമം സെറ്റ് ഓഫ് ഡാറ്റ ടു ബി ഗോട്ട് ഓൺ എവറി പേഷ്യന്റ് ദാറ്റ് ഇൻക്ലൂഡ് chief complaints, present illness, patient profile, and associated social data, past history, and review of systems, physical examination of defined content, and baseline laboratory data. Okay. എന്താണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എന്താണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ അല്ലെ, എ കളക്ഷൻ ഓഫ് റിലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യന്റ് അല്ലെ, എ കളക്ഷൻ ഓഫ് റിലവന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യന്റ്, ആ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ റിലവന്റ് ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഡാറ്റാബേസ്. എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? ദാറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ്, ആരോഗ്യയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രസന്റ് ഇൽനെസ്, നിലവിലെ അവരുടെ അവസ്ഥ എന്താണ്? പേഷ്യന്റ് പ്രൊഫൈൽ ആൻഡ് അസോസിയേറ്റഡ് സോഷ്യൽ ഡാറ്റ, പേഷ്യന്റിന്റെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ അതിന്റെ പേര്, അഡ്രസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇൻക്ലൂഡിംഗ് അതിന്റെ സോഷ്യൽ ഡാറ്റ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി, അതുപോലെ തന്നെ റിവ്യൂ ഓഫ് സിസ്റ്റംസ്, അവരുടെ ബോഡി സിസ്റ്റത്തിലുള്ള മാറ്റങ്ങള്, രോഗങ്ങള്, രോഗലക്ഷണങ്ങള്, അതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഡിഫൈൻഡ് കണ്ടന്റ്, അതില് നടത്തിയ ഫിസിക്കൽ എക്സാമിനേഷൻസിന്റെ കാര്യങ്ങള്, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തുമല്ലോ ഡോക്ടർ ഫസ്റ്റ് ടൈം കാണുമ്പോൾ, അതിന്റെ രേഖകള്, അതുപോലെ തന്നെ ബേസ് ലൈൻ ലബോറട്ടറി ഡാറ്റ, ഏറ്റവും പ്രാഥമികമായിട്ട് കൊടുത്തിട്ടുള്ള ലാബ് വിവരങ്ങളും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. സോ അതാണ് ഡാറ്റാബേസ് കേട്ടോ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ദ ഡോക്യുമെന്റ് ഓഫ് relevant information about the patient, including ഈ പറയുന്ന ചീഫ് കംപ്ലൈൻസ്, പ്രസന്റ് ഇങ്ങനെയുള്ള കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റാബേസ്, ബേസിക് ആയിട്ടുള്ള ഡാറ്റാബേസ്. ഓക്കെ. അടുത്തത് കേട്ടോ, രണ്ടാമത്തത് പ്രോബ്ലം ലിസ്റ്റ് ആണ്. പ്രോബ്ലം ലിസ്റ്റ് എന്തായിരിക്കും? രോഗിയുടെ എല്ലാ പ്രോബ്ലംസും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെക്കും. ഒരു കാര്യം മനസ്സിലാക്കാം, പ്രോബ്ലം എന്ന് പറയുമ്പോൾ മെഡിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല കേട്ടോ, എന്ന് ചിന്തിക്കരുത്. മെഡിക്കൽ സർജിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല, ആ ഒരു രോഗി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തണം. എന്ന് വെച്ചാൽ മെഡിക്കൽ പ്രശ്നങ്ങൾ മാത്രമല്ല, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എന്നിങ്ങനെ ആ ഒരു രോഗി നേരിടുന്ന എല്ലാ റേഞ്ച് ഓഫ് പ്രോബ്ലംസിനെ പറ്റിയും നമ്മൾ അതിന് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും. ഓക്കെ. അല്ലാണ്ട് മെഡിക്കൽ ഇതായത് കൊണ്ട് സർജിക്കൽ മെഡിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല കേട്ടോ അവിടെ ചെയ്യുന്നത്, അവര് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ് കേട്ടോ. ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഓൺ എ ഫോം പ്ലേസ്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ റെക്കോർഡ്. എവിടെയാണ് പ്രോബ്ലം ലിസ്റ്റ് എഴുതുന്നത്? ആ റെക്കോർഡിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ആ റെക്കോർഡിന്റെ ഫ്രണ്ടില് ഒരു ഫോമിനകത്ത് കൃത്യമായിട്ട് ആ രോഗിയുടെ പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നോക്കിക്കേ, പ്രോബ്ലംസ് ആർ എനിത്തിങ് ദാറ്റ് നീഡ് ദ മാനേജ്മെന്റ് ഓഫ് ഡയഗ്നോസ്റ്റിക് വർക്ക് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് ഡെമോഗ്രഫിക് പ്രോബ്ലംസ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവിധ പ്രശ്നങ്ങളും മെഡിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാവാം, സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, എക്കണോമിക് പ്രോബ്ലംസ് ആവാം, ഡെമോഗ്രഫിക് പ്രോബ്ലംസ് ആവാം അല്ലെ, അതുപോലെ അവരുടെ എല്ലാം നിലവിലുള്ളതും ഉണ്ടായതുമായ എല്ലാ പ്രശ്നങ്ങളെ പറ്റിയിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു റിക്കവറി ആവശ്യമായിട്ട് എല്ലാ പ്രശ്നങ്ങളും അതിനകത്ത് കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. മതി അന്നത്തെ ക്ലാസ് ഇത്ര മതി. തീർക്കാനുള്ള ഒരു രീതിയിലാണ് വന്നത്, പക്ഷേ ഇല്ല. അന്വേഷണം ഇല്ല കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്? SOMRന്റെ ഡിസഡ്വാൻറ്റേജ് ആണോ? SOMRന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഒരു പ്രത്യേക സമയത്ത് രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് അതിൽ കിട്ടില്ല. എല്ലാ പ്രോബ്ലംസിനെ പറ്റി അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. എല്ലാ പ്രോബ്ലം എന്ന് പറയുന്നത് മറ്റേത് ഞാൻ ഗ്രൂപ്പ് ചെയ്താ വെക്കുന്നത്. ലബോറട്ടറി വിവരങ്ങൾ ഒരു സ്ഥലത്ത്, റേഡിയോളജി റിപ്പോർട്ട് ഒരു വിഭാഗം, അതുപോലെ തന്നെ എന്താ പറയാ ICU റിപ്പോർട്ട് ഒരു വിഭാഗം, അങ്ങനെ എല്ലാം ഗ്രൂപ്പ് ചെയ്താ അവിടെ വെക്കുന്നത്. സോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഓരോന്നും ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താ വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ലബോറട്ടറി ഇൻഫർമേഷൻ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലബോറട്ടറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ വിഭാഗം മാത്രം പോയി തപ്പിയെടുത്താൽ മതി. അപ്പൊ ആ വിവരങ്ങൾ കിട്ടും. ഇപ്പൊ നമുക്ക് സ്കാനിങ്ങിന്റെ കാര്യം അറിയണമെങ്കിൽ മറ്റുള്ളതൊന്നും നോക്കണ്ട, റേഡിയോളജിയിലേക്ക് ചെന്ന് അത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വിവരം കിട്ടും. അതാണ് സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാം,
ഒരു പ്രത്യേക സമയത്ത് ആ രോഗിക്ക് ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് രോഗം വന്നപ്പോൾ അയാളോട് ലാബ് ടെസ്റ്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ടാവും. ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സിവിയർ ആയിട്ട് തോന്നിയപ്പോൾ ഒരു സ്കാനിങ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ പ്രോബ്ലംസും എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് അയാൾ ഫേസ് ചെയ്തിരുന്നു, അതിനെ പറ്റി പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഫൈൻ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, മറ്റേക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും, ഞാൻ പറഞ്ഞത് മനസ്സിലായ ആളുകളുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിലാണ് വന്നത്, പക്ഷെ പറ്റില്ല. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ആൻഡ് NABH കേട്ടോ, അത് തുടങ്ങണം. അത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മിക്കവാറും അത് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കിടക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. ശരി കേട്ടോ, അപ്പൊ നമുക്ക് മൺഡേ കാണാം. ഓക്കെ, താങ്ക് യു.